ഹായ് ഹലോ, അതെ നമ്മുടെ കേരളത്തിൽ രാജാക്കന്മാരായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കേട്ടോ ഇത്. ദേണ്ട ഇവന്മാരുടെ കയ്യിലാണ് ഇപ്പം നമ്മളെ കേരളം ഉള്ളതെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ വീട്ടിൽ ഇവിടെ നിറയെ ചൊറിയൻ പുഴുവിൻ്റെ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു പുഴുക്കളായിരുന്നു, ഒരു ലക്ഷക്കണക്കിനുണ്ടായിരുന്നു അതിൽ. അപ്പം അത് ഇത്രയും ശല്യമാണ് കേരളത്തിൽ മൊത്തത്തിൽ ഇത്രയും ശല്യമാണെന്നുള്ളത് ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ അറിയണത്. ഈ ന്യൂസൊക്കെ വന്നല്ലോ, ന്യൂസ് ചാനലിലൊക്കെ ഒരുപാട് കണ്ടു, അങ്ങനെയാണ് അറിയണത്. ഈ ഇലയില്ലാതെ കിടക്കുന്ന ചേമ്പൊക്കെ കണ്ടോ, പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ അമ്മ വെട്ടിക്കളഞ്ഞതാട്ടോ, ഞാനല്ല. അമ്മ ഫുള്ള് കട്ട് ചെയ്താണ്, കാരണം കിണറിൻ്റെ തൊട്ടടുത്തായിരുന്നു. അതേപോലെ നമ്മൾ ചുമരുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ വെട്ടിയതാണ്. വാഴേൻ്റെ ഇലയൊക്കെ ഫുള്ള് വെട്ടി. ഈ ചേമ്പൊക്കെ നല്ല വലിയ ഇലയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മീനിൻ്റെ ഇലയൊക്കെ ആയിരുന്നു കൊടുക്കൽ. അതൊന്നും ഇപ്പോൾ ഇല്ല, അത്രയും വെട്ടി കൂട്ടിയിട്ടുണ്ട്, നാശാക്കിയിട്ടിട്ടുണ്ട്. കാരണം വേറെ വഴിയില്ല, അത്രയേറെ പുഴുവായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ പുഴു എങ്ങനെയായിരുന്നു ഉള്ളതെന്നുള്ള ഞാൻ കാണിച്ചു തരുന്നത്. ഈ കണ്ടോ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വന്ന് വീണതാണിത്. നമ്മൾ മുറ്റത്ത് മാവിൻ്റെ ചോട്ടിൽ പോലും പറ്റില്ല കേട്ടോ, അങ്ങനെ വീഴും, തൊഴിയും. ഇങ്ങനെ ഇല അടക്കമാണ് വീഴുന്നത്, മാവിൻ്റെ ഇല അടക്കം നിലത്ത് വീഴും. അപ്പോൾ പേടിയാണ് അടിച്ചു വരാനൊക്കെ. ഈ ഒരു പോഷൻ കണ്ടോ, ഇത് നമ്മളെ കൊലായി ഭാഗത്തിൻ്റെ താഴെയാണ്, ഈ ചാരുവടി എന്നൊക്കെ പറയില്ല, അതിൻ്റെ അടിയിലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രം പുഴു ഇങ്ങനെ കയറി കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്കാണ് ഉണ്ടാവുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണിത്. അപ്പം ഞാൻ അതിനെ ചെരുപ്പുകൊണ്ട് ഇങ്ങനെ ഉരച്ചു കൊല്ലലാണ്. അടുത്ത ദിവസം അതേ സ്ഥലത്ത് ആ ഉരച്ച് കൊന്ന അതേ ഭാഗത്ത് തന്നെ വേറെ ഉണ്ട്. ഇപ്പം കണ്ടോ, ഇപ്പം ആൾ കുറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഇതേപോലെ കിടക്കും. അപ്പം ഞാൻ പിന്നെ അടിച്ചു കൊല്ലും, ഉരച്ചു കൊല്ലാണ് കേട്ടോ ചെയ്യും, അടിച്ചു കൊല്ലല്ല, തെറിക്കില്ലേ. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം ദിവസവും ആ ഒരു പോർഷനിൽ, അതായത് ഇന്നലെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നുണ്ടാവുന്നത് കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുറ്റിച്ചെടിയില്ലേ, നിലം പറ്റിക്കിടക്കുന്ന ചെടികൾ നോക്കിയാൽ കാണാം, അതിൻ്റെ ഉള്ളിലാണ് ഒരുവിധം പുഴുക്കളൊക്കെ ഉള്ളത്. നല്ല രീതിയിൽ ഈ നിലത്താണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് മുകളിൽ പുഴുവിനെ കാണാനേ പറ്റൂല. ചെടീൻ്റെ മുകളിൽ പുഴുക്കളില്ല. ആകെ ചെടീൻ്റെ മുകളിലുണ്ടായിരുന്നു ഈ വാഴേൻ്റെ മുകളിലും, പിന്നെ ഈ ചേമ്പില്ലേ, ചേമ്പ്, അതിൻ്റെ താഴെയായിരുന്നു കേട്ടോ. അല്ല, അതിൻ്റെ ആ ഇലേൻ്റെ മുകളിലായിരുന്നു. ബാക്കിയെല്ലാം ഈ കുറ്റിച്ചെടീൻ്റെ മുകളിലാട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതിൽ കാലിൽ കയറും. ഇത് കണ്ടോ, ഇങ്ങനെ അട്ടിക്കട്ടിക്കായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ പുഴുക്കളായിരുന്നു. ആദ്യം കുഞ്ഞു കുഞ്ഞു പുഴുക്കളായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ വലിയ പുഴുക്കളായതുകൊണ്ട് നമുക്ക് കാണുമ്പം തന്നെ ഒരു ചൊറിച്ചിൽ പോലെ തോന്നും ശരീരത്തിൽ. അത് ശരീരത്തിൽ കയറണമെന്നില്ല, ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചൊറിയാൻ തുടങ്ങും. ഇപ്പം തന്നെ ഞാൻ ഇത് സൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ചൊറിയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതിനെങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ പെരുകി കിടക്കുന്നതിനെ കൊണ്ട് ഇതിനെങ്ങനെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സാധാരണ ചെയ്യൽ എന്തെങ്കിലും എടുത്തിട്ട് കൊല്ലലാണ്. കാണുമ്പോൾ ഇല്ലെങ്കിൽ കാലുകൊണ്ട് ചെരുപ്പ് വലിയ മറ്റേ ഷൂ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് കൊല്ലലാണ്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാത്റൂം ക്ലീനറൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് കൊല്ലാൻ പറ്റും എന്നുള്ളത് കേട്ടത്. അപ്പം ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം ഞാനൊരു പുഴുവിൻ്റെ മുകളിൽ ഇതേ ഇങ്ങനെ ആക്കി കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഈ പുഴുവിൻ്റെ മേലെ ഫുള്ള് ഈ ചൊറിയുന്ന പൊന്തി പൊന്തിക്കിടക്കണേ. അപ്പോൾ ഇതിൻ്റെ മേല് അങ്ങനെ ആവുന്നില്ല കേട്ടോ. ആയ പുഴുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 10-15 മിനിറ്റ് ഒരു ബോധക്ഷയം വന്നെന്നാണ് തോന്നുന്നത്. ബോധക്ഷയം വന്ന് കഴിഞ്ഞപ്പോൾ അവരെണീറ്റ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പിന്നെ എടുക്കാൻ നോക്കിയപ്പോൾ അവരെ പൊടി പോലും കണ്ടില്ല. പിന്നെ ഞാൻ വിനാഗിരി എടുത്തു. പിന്നെ ഞാൻ കേട്ടു വിനാഗിരി ആക്കി കൊടുത്താൽ മതി എന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിലധികം വിനാഗിരി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വിനാഗിരി കൊണ്ട് ചാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, വിനാഗിരി കൊണ്ടും കാര്യമില്ല. എൻ്റെ വീട്ടിലെ പുഴു വിനാഗിരി കൊണ്ട് ചത്തിട്ടില്ല. ഓവർ സ്പീഡാണ്. എനിക്ക് തോന്നുന്നു വിനാഗിരി ആക്കിയപ്പോൾ സ്പീഡ് കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. നല്ല സ്പീഡിൽ പറക്കുന്നുണ്ട് ആളെ. ഞാൻ നല്ലോണം പിന്നെ കേട്ട 2 എണ്ണം ഹിറ്റും പിന്നെ മണ്ണെണ്ണയാണ് കേട്ടോ. ഹിറ്റ് അടിച്ചാൽ മരിക്കുന്നുണ്ടെന്നുള്ള തെളിവ് സഹിതം ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. മണ്ണെണ്ണേൻ്റെ താരുട്ടതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് രണ്ടും കയ്യിലില്ലാത്തതിനെ കൊണ്ട് ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതേ നമ്മൾ അലക്കിയതൊക്കെ ഇപ്പോൾ ഇവിടെ ഒന്നും ഇടലില്ല കേട്ടോ. കാരണം ഭയങ്കര സീനാണ്, പുഴു കയറുന്നതിനെ കൊണ്ടൊക്കെ ഇപ്പം മുകളിലാണ് ഇടുന്നത്. വെയിലുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും തുണിയൊക്കെ ഇപ്പോൾ മുകളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയെടുത്തിട്ട്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.